പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളത് ഇന്ന് കുറച്ച് മാങ്ങ പറിച്ചിട്ടുണ്ട്. കോട്ടക്കുണം മാങ്ങയാണ്, ഞങ്ങളുടെ മാങ്ങയല്ല, വേറെ ആരുടെ മാങ്ങയാണ്. അപ്പോൾ പറിക്കുന്നവർക്ക് പകുതി, ഓടിയതിന് പകുതി, അങ്ങനത്തെ ഡീലിലാണ് പറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ മാങ്ങകളെല്ലാം നമ്മളത് പഴുപ്പിക്കാൻ വേണ്ടി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മാങ്ങ അത് ഞങ്ങളുടെ ചാക്കിനകത്തേക്ക് ആക്കുകയാണ്. ബാക്കിയൊക്കെ ചാക്കിനകത്തേക്ക് ഇട്ട് കാണാം. അപ്പോൾ അത് കിട്ടിയ മാങ്ങയെല്ലാം ഞങ്ങൾ രണ്ടായിട്ട് പകർത്ത് രണ്ട് ചാക്കിലാക്കിയിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയ മാങ്ങ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നു. ഇനി അടുത്ത് വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഇങ്ങോട്ട് കൊണ്ട് നോക്കമ്മ, ഇങ്ങോട്ട് കാണിച്ചു താഴോട്ട്. ഓക്കെ, ഇവിടുത്തെ കൊണ്ടുവന്ന മാങ്ങ എടുത്ത് തുടച്ച് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അതിലെ കറയെല്ലാം മാറ്റുക. കറ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ സൈഡിൽ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് പേപ്പർ ഉപയോഗിച്ച് ക്ലിയറായിട്ട് തുടച്ച് മാറ്റിയതിന് ശേഷമാണ് ഉറയിടുന്നത്. അപ്പോൾ എന്തായാലും തുടച്ച് മാറ്റാം നമുക്കിനി. എല്ലാം ഇവിടെ സ്വീകരിക്കുന്നതാണ്. ഞാൻ എന്താണോ അതെല്ലാം അതിൽ കാണും. ഇത് കറയുണ്ടാകും, നോക്കാതെ നോക്കിയിട്ട് അടിപൊളി കറമ്പോ. അതുപോലെ മാങ്ങയൊക്കെ ഏകദേശം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. കറ ഏകദേശം കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ ഉറക്കിടണം. ഉറക്കിടുന്നത് എരുത്തിട്ടിലേക്ക് കൊണ്ടായിട്ടാണ്. അവിടെ നമുക്ക് പോകുമ്പോൾ അത് കാണാം. അവിടെയൊക്കെ നമുക്കിനി ഉറയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ചാക്കിനകത്ത് പറക്കിയാക്കിയാണ് കൊണ്ടുപോകാൻ. ഇപ്പോൾ ഫ്രണ്ട്സ്, ഉറയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ വയ്ക്കുവോര് മാത്രമായിട്ടാണ് ഉറയിടുന്നത്. സാധാരണ ഇറങ്ങിയകത്തോല അല്ലെങ്കിൽ പാലത്തോല് ഇവയൊക്കെ ഇട്ടാണ് വയ്ക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വയ്ക്കുള്ളതുകൊണ്ട് വയ്ക്കുവലിട്ടൊക്കെ വയ്ക്കും. ഏറ്റവും അടിയിൽ ഒരു ലെയർ വയ്ക്കുവലിട്ടതിന് ശേഷമാണ് മാങ്ങ തട്ടുന്നത്. കമത്തിയിലേക്കണോ? അപ്പോൾ ഇതെല്ലാം പറക്കിയിട്ട് ഇതിൻ്റെ മൂട് അടി വരുന്ന രീതിക്കാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അടുക്കി വെച്ചിട്ടുണ്ട്. ഈ ലെയർ ഫിനിഷ് ചെയ്തതിന് ശേഷം വീണ്ടും വയ്ക്കുവല് നിർത്തുക. ഇനി അടുത്ത സ്റ്റെപ്പ് വഴിക്കൊണ്ട് പോവുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിരുന്നതിൻ്റെ പ്രധാന ഉപയോഗം വേറെ കീടങ്ങളൊന്നും വരാതിരിക്കാൻ, ഉറുമ്പ് കയറാതിരിക്കാൻ, അങ്ങനെയൊക്കെയാണ്. പിന്നെ ചിലപ്പോൾ കളർ കിട്ടാനും സാധ്യതയുണ്ട്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഇത് മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ നന്നായിട്ട് വയ്ക്കുവലിടുക. ഇപ്പോൾ കുറച്ചധികം മാങ്ങ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഈ ഒരു പുല്ലൂട്ടിയിൽ ചെയ്യുന്നത്. കുറച്ച് മാങ്ങകളൊക്കെ ഉള്ളതെങ്കിൽ നമുക്ക് ചെറിയ ചരുവത്തിലോ ചാക്കിലോ കലത്തിലോ ഒക്കെ ഇങ്ങനെ ചെയ്യാം. വയ്ക്കുവലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വീണ്ടും മാങ്ങ കേട്ടാം. ഓക്കെ, ഇപ്പോൾ അടുത്ത ലെയറിന് ഇടാം. ഏകദേശം എല്ലാം ഇപ്പോൾ തന്നെ നല്ല കളറായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇതും ഫില്ല് ചെയ്ത് ഏകദേശം ഒരു ലെയറോ രണ്ട് ലെയറോ കൂടെ കാണുമായിരിക്കും ഇനി. അപ്പോൾ ഇത് രണ്ടാം ലെയർ ഇതേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മഞ്ഞപ്പൊടിയും വെതറി വയ്ക്കോലും വെതറി കഴിഞ്ഞാൽ അത് നമുക്ക് മൊത്തത്തിലങ്ങ് മൂടാം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ലെയറിൻ്റെ വെച്ച് കഴിഞ്ഞു. വീണ്ടും മഞ്ഞൾപ്പൊടി വയ്ക്കോലിട്ട് അപ്പോൾ ഇതിൻ്റെ നാലാമത്തെ ലെയർ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ചുകൊണ്ട് വരാം. ഓക്കെ, ഇതെല്ലാം പഴുത്തതാണ്. കുറച്ച് കളർ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നല്ല കളർ അടിച്ച് പറഞ്ഞു. പക്ഷേ കുറച്ചുകൂടെ കളറായാലേ മാർക്കറ്റുള്ളൂ സാധനത്തിന്. അല്ലെങ്കിൽ അവർ പറയും പഴുത്തിലൂടെ പച്ചയുടെ പഴുത്തത് താടി. ഈ കളറുള്ള വാങ്ങിച്ചു അല്ല, കളർ കൂടിയത് കിട്ടും. അവർ മറ്റേ എന്തോ ഹോർമോൺ എന്തോ അടിച്ചിട്ടല്ലേ പഴുപ്പിക്കുന്നത്. ഇതാകുമ്പോൾ നാടൻ രീതിയിൽ നല്ല വിഷമില്ലാത്ത ലൈവായിട്ട് പറിച്ചുകൊണ്ട് വന്ന നല്ല മാങ്ങകൾ. ഓക്കെ, അപ്പോൾ അവസാനത്തെ ലെയർ ഫിനിഷായി. ഇനി വയ്ക്കോല് വാരിത്തള്ളാം. ഇപ്പോൾ നമ്മളത് കമ്പം തടിയൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ ഉറയിട്ടത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി 4 അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ട് പൊളിക്കാം. ഓക്കെ.